അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആമീൻ എന്ന പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടമില്ലാത്ത ആരും നമ്മളിലില്ല. നമുക്ക് നമ്മുടെ റബ്ബിനെയും അള്ളയെയും നമ്മുടെ പുന്നാര അഷ്റഫുൽ ഖൽഖ് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വല്ലാത്ത ഇഷ്ടമാണ്. നമ്മുടെ ഉപ്പയെയും നമ്മുടെ ഉമ്മയൊക്കെ ഇഷ്ടമാണ്. നമുക്കെന്തെങ്കിലും സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് എന്ത് പറയും? അൽഹംദുലില്ലാഹ് എന്ന് പറയും. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, ദുആ ചെയ്യും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൈപിടിക്കുന്ന രൂപമാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. കണ്ടോ? ഇതുപോലെ നമ്മൾ കൈ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹുവേ, എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരണമേ. കൂട്ടമായി ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും പറയും എന്ത്? ആമീൻ, ആമീൻ. കണ്ടോ? അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അലിഫിന് മുകളിൽ കൊടുത്ത ഈ ചിഹ്നത്തിനിക്ക് മദ്ദ, മദ്ദ എന്ന് പറയും. ഈ മദ്ദ നീട്ടാനാണ്, അലിഫിനെ നീട്ടാനാണ് കൊടുത്തിട്ടുള്ളത്. അലിഫിനെ നീട്ടാനുള്ള വ്യത്യസ്ത രൂപങ്ങൾ ഇവിടെ താഴെ നമ്മൾ പറയും. അപ്പോൾ വിശദീകരിക്കാം. ചുവന്ന കളറിൽ കൊടുത്തത് പ്രത്യേകം പഠിക്കണം. ഇവിടെ ആമീൻ, ആമീൻ, ആമീൻ. ആമന, 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 ആമന. ഊമിന, ഊമിന, ഊമിന. ഈമാനുൻ, ഈമാനുൻ, ഈമാനുൻ. ആമീൻ, 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 ആമീൻ. എന്നോടുകൂടെ മക്കളും വായിക്കണേ. ആമീൻ, ആമീൻ. ആമന, 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 ആമന. ഊമിന, 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 ഊമിന. ഈമാനുൻ, 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 ഈമാനുൻ. ഇവിടെ അലിഫിന് മുകളിൽ മദ്ദ കൊടുത്തു, ആ. ഇവിടെ അലിഫിന് മുകളിൽ മദ്ദ കൊടുത്തു, ആ. ഇവിടെ അലിഫിന് മുകളിൽ ഹംസക്ക് മുകളിൽ ലൊമ്മ കൊടുത്തു. ഈ ലൊമ്മയെ നീട്ടാനാണ് വാവ്, ഊ. ഇവിടെ ഈ കെസറ, കെസറയെ നീട്ടാൻ യ. ഒരു പാട്ടുണ്ട്, നമുക്ക് പാടി നോക്കാം. ഫത്ഹയെ നീട്ടാൻ ശേഷം നല്ലൊരു അലിഫിനെ ചേർത്തു കൊടുക്കണം. ലൊമ്മയെ നീട്ടാൻ ശേഷം നല്ലൊരു വാവിനെ ചേർത്തു കൊടുക്കണം. കെസ്റയെ നീട്ടാൻ ശേഷം നല്ലൊരു യാഇനെ ചേർത്തു കൊടുക്കണം. അതാണ് ഇവിടെ കൊടുത്ത രൂപങ്ങളിൽ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ലുഅ്ലുഅ് പാഠത്തിൽ ആ എന്നതിനെ 4 രൂപത്തിൽ വായിക്കാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആ എന്നതിനെ നീട്ടിയിട്ടുള്ള രൂപമാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ, ആ, ആ. കണ്ടോ? ഇങ്ങനെ 3 രൂപത്തിൽ ആ എന്ന് എഴുതാൻ പറ്റും. വായന ആ, എഴുത്ത് 3 രൂപത്തിൽ. അലിഫ് മദ്ദ 1, ഹംസ ഫത്ഹ, ഫത്ഹ നീട്ടാൻ അലിഫ്, ഇങ്ങനെ 2ാമത്തെ രൂപം. ഈ രൂപത്തിൽ 3ാമത്തെ രൂപം. ഇങ്ങനെ 3 രൂപത്തിൽ ആ എന്ന് എഴുതാൻ പറ്റും. ഇനി ഊ, ഉ എന്നതിൻ്റെ വ്യത്യസ്തമായ 3 രൂപങ്ങൾ നമ്മൾ പഠിച്ചു. ഇവിടെ ഊ എന്നത് നീട്ടാൻ ഒരു രൂപം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, ഒന്നേ ഉള്ളൂ. അപ്പോൾ അലിഫിന് മുകളിൽ ഹംസ, ഹംസക്ക് മുകളിൽ ലൊമ്മ, ലൊമ്മയെ നീട്ടാൻ വാവ്, ഊ, ഊ. ഈ, ഈ, ഈ എന്നത് നമ്മൾ 3 രൂപത്തിൽ പഠിച്ചു. ഇവിടെ 2 രൂപത്തിലാണ് നീട്ടാനുള്ളത് നമ്മൾ പഠിക്കുന്നത്. അലിഫ്, ഹംസ, ചുവടെ കെസറ, കെസറയെ നീട്ടാൻ യാ, ഈ. ഇവിടെ ഈ, ഇങ്ങനെ
ഇങ്ങനെ ഈ രണ്ട് രൂപമാണ് ഈ എന്നതിനിക്ക് വരുന്നത്. ഇനി ഫതഹ തൻവീൻ, ലൊമ്മ തൻവീൻ, കെസറ തൻവീൻ നമ്മൾ പഠിച്ചു. ഫതഹ തൻവീൻ്റെ രണ്ട് രൂപം, കെസറ തൻവീൻ്റെ രണ്ട് രൂപം, ലൊമ്മ തൻവീൻ്റെ രണ്ട് രൂപം. അൻ അൻ ഒറ്റക്ക് ചേർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നിലേക്ക് ഹംസ വന്നിട്ടുള്ള രൂപം ഫതഹ തൻവീൻ്റെ. ഇൻ ചുമ്മ, പിന്നെ യാഇന് മുകളിൽ ഹംസ, ചുവടെ കെസറ തൻവീൻ കൊടുത്ത രൂപം. ഇൻ ഇൻ ഇവിടെയും സ്വതന്ത്രമായിട്ടും പിന്നെ മറ്റൊന്നിനോട് ചേർന്നിട്ടും. ഉൻ ലൊമ്മ തെൻവീൻ, വാവിന് മുകളിൽ ഹംസ, അതിന് മുകളിൽ ലൊമ്മ തെൻവീൻ. നമ്മൾ പഠിച്ചിട്ട് ഫതഹ അലിഫുമലും, കെസറ യാഉമലും, ലൊമ്മ വാവുമലും. അതേപോലെ തന്നെ തെൻവീനാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അലിഫുമല് ഹംസമലൊക്കെ ഫതഹ തെൻവീൻ, ഇവിടെ കെസറ തെൻവീൻ വന്നത് യാഉമൽ കണ്ടോ, ഇവിടെ ലൊമ്മ തെൻവീൻ വന്നത് വാവുമൽ. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഹംസമൽ സ്വതന്ത്രമായിട്ട് ഫതഹയും ലൊമ്മയും കെസറയൊക്കെ വരും. എന്നാൽ യാഉമൽ വരുമ്പോൾ കെസറ തെൻവീൻ, അല്ലെങ്കിൽ കെസറയാണെങ്കിൽ കെസറ അങ്ങനെ വരിക. അലിഫുമൽ ഫതഹയാണ് വരിക, അല്ലെങ്കിൽ ഫതഹ തെൻവീൻ ആണെങ്കിൽ ഫതഹ തെൻവീൻ വരും. വാവുമലും അതേപോലെ തന്നെ, ലൊമ്മയാണെങ്കിൽ ലൊമ്മ വരും, കെസറ തെൻവീൻ ലൊമ്മ തെൻവീനാണെങ്കിൽ ലൊമ്മ തെൻവീൻ വരും. അപ്പോൾ ഈ പാഠത്തിൽ പ്രത്യേകം പഠിക്കാനുള്ളത് ആ എന്നതിൻ്റെ നീട്ടാനുള്ള 3 രൂപങ്ങൾ, ഉ എന്നതിൻ്റെ ഒരു രൂപവും ഈ എന്നതിൻ്റെ 2 രൂപം. ഇത് എഴുതാനും വായിക്കാനും പഠിക്കണം. വായിക്കാൻ ഒരേ രൂപമായതുകൊണ്ട് പ്രയാസം ഉണ്ടാവില്ല, എഴുതാനാണ് പ്രത്യേകം പഠിക്കാനുള്ളത് കൂട്ടത്തിൽ. അൻ എന്നതിൻ്റെ ഫതഹ തെൻവീന് കൊടുത്ത 2 രൂപം, കെസറ തെൻവീൻ്റെ 2 രൂപം, ലൊമ്മ തെൻവീൻ്റെ 2 രൂപം. ഇതൊക്കെ വെച്ചിട്ട് നീട്ടാനുള്ള 3-4 ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും വായിക്കുക, ഇതുപോലത്തത് കണ്ടെത്തുകയും ചെയ്യുക, ആ നിലക്ക് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ദുആഇൽ അല്ലെങ്കിൽ ഈ ആമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആമീൻ എന്നെന്തിനാണ് നമ്മൾ പറയുക? അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഒറ്റക്കും കൂട്ടമായൊക്കെ ഉസ്താദുമാരോടും നമ്മുടെ ഉപ്പമാരോടൊക്കെ ദുആ ചെയ്യാനും പറയണം. നമ്മൾ നല്ലവണ്ണം ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് പഠിയാനും അതനുസരിച്ച് നല്ല കുട്ടികളെ വളരാനൊക്കെ നിങ്ങൾ എപ്പോഴും എപ്പോഴും അള്ളാഹു ദുആ ചെയ്തിരിക്കണം. ഇനി ഉസ്താദിൻ്റെ പൊന്നുകട്ടകൾ നോക്കൂ. നഖ്റ നമുക്ക് വായിക്കാം. ഈ ഈ ആ ആ ആ, അൻ അൻ, ഉൻ ഉൻ, ഇൻ ഇൻ. നേരത്തെ പഠിച്ചത് ഇവിടെ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ചു. അപ്പോൾ പലതവണ ഇത് വായിക്കണം. നസ്റിൽ ചേരുംപടി ചേർക്കുക. ആ ഈ ഊ ആ, നമ്മൾ നേരത്തെ പഠിച്ച ചിഹ്നങ്ങൾ, രൂപങ്ങൾ. ആ ഈ ഊ എന്നതിൻ്റെ വ്യത്യസ്തമായ രൂപമാണ്. ഇതിനോട് യോജിച്ചത് ഇന്ന് കടമെടുക്കണം. ആ എവിടെ? ആമന. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് ഒരു വര. ഈ എവിടെ? ഈമാനുൻ. ഈമാൻ അതിലേക്ക്. ഊ ഊമീന. ഇതോ? ആ ആമീൻ ആമീൻ. അങ്ങനെ ആമന, ഊമിന, ഈമാനുൻ, ആമീൻ. ഇങ്ങനെയാണ്. ഈ നക്തഷിഫുൽ ഹംസാത്തി മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഹംസകളെ കണ്ടെത്തുക. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. ഇതിൽ നിന്ന് ഹംസനെ കണ്ടെത്തുക. യുനബ്ബഉ, ദാ ഹംസ കണ്ടാ ഇവിടെ 1, യൗമഇദിൻ ദാ ഇവിടെ 2, ബിമാ ഖദ്ദമ വഅഖർ ദാ 3. ഇങ്ങനെ 1 2 3. ഇതിന് ചെറിയൊരു വട്ടം വരയ്ക്കുക കേട്ടോ. ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മക്കൾ, ഈ പാഠത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പല ആവർത്തി വായിക്കുക, എഴുതാൻ പറഞ്ഞവ എഴുതുക. ഈ പറഞ്ഞ നീട്ടാനുള്ള ആമീൻ പാഠത്തിൻ്റെ മുഴുവനായിട്ടും പുസ്തകത്തിൽ എഴുതാൻ ശ്രമിക്കുക. അതിലെ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ എഴുതാനും വായിക്കാനും പഠിക്കുക. നമ്മൾ ഓരോന്നും റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ, അത് വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഇനി എടുക്കാൻ പോകുന്ന പാഠങ്ങൾ പഠിക്കാൻ അത് സഹായകമാകും, എളുപ്പമാകും. നമ്മൾ മുൻകഴിഞ്ഞ പാഠങ്ങൾ അബു മുതൽ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നമുക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ, അറബി ഫ്ലുവൻസി ആയിട്ട് നമുക്ക് വായിക്കാനും എഴുതാനും പഠിക്കാൻ
സാധ്യമാകും. വലിയ ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.